إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. മറ്റു ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വേർതിരിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതം എന്നത്. തൗഹീദി പ്രബോധനത്തിന് നിയുക്തരായ നബിമാരുടെ സാമൂഹ്യ ജീവിതം അറിയിക്കുന്ന വചനങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. ശത്രുക്കൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറഞ്ഞിരുന്ന ഒന്ന്, വഖാലു മാലി ഹാദർ റസൂൽ യഅ്കുലു ത്വആം വയംഷി ഫിൽ അസ്വാഖ്. ഈ റസൂലിനെന്താണ്, അദ്ദേഹം ഭക്ഷണം കഴിക്കുകയും അങ്ങാടികളിൽ നടക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നബിമാരൊക്കെയും സമൂഹത്തിലാണ് ജീവിച്ചത് എന്നർത്ഥം. കൂട്ടുകൂടിയുള്ള ജീവിതം മനുഷ്യന് അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് കൂട്ടുകെട്ടിലും ദീനുണ്ട്, ദീനീ നിയമങ്ങൾ പാലിക്കാനുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ ദീനിലാണ്. ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിലു. ഓരോരുത്തരും ചിന്തിക്കട്ടെ, ഞാൻ ആരോടാണ് കൂട്ടുകൂടിയിട്ടുള്ളത് എന്ന്. ദീൻ നിലനിർത്താൻ സാധിക്കുന്ന, ദീനിൻ്റെ കാര്യത്തിൽ തനിക്ക് ഉപദേശകനായി മാറുന്ന, തന്നെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നവനാകണം ഒരു വിശ്വാസി സ്വീകരിക്കുന്ന കൂട്ടുകാരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചു, അയ്യു ജുലസാഇനാ ഖൈർ. ഞങ്ങളുടെ കൂട്ടുകാരിൽ ആരാണ് ഉത്തമനായ കൂട്ടുകാരൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദക്കറക്കും ബില്ലാഹി റുയതുഹു. അവനെ കാണുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിനെ ഓർമ്മ വരും. വസാദ ഫി ഇൽമിക്കും മൻതിഖുഹു. അവനോടുള്ള സംസാരം നിങ്ങളുടെ മതപരമായ അറിവുകളിൽ വർധനവുണ്ടാക്കും. വദക്കറക്കും ബിൽ ആഖിറതി അമലുഹു. അവൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് പരലോകത്തെ ഓർമ്മപ്പെടുത്തും. ഈ 3 ഗുണങ്ങളുള്ളവരാകണം ഏറ്റവും ഉത്തമരായ കൂട്ടുകാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നല്ല കൂട്ടുകാരനെ ആഗ്രഹിക്കുക എന്നതും അത് ലഭിക്കാൻ പ്രാർത്ഥിക്കുക എന്നതും
നമ്മുടെ മുൻഗാമികളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. സ്വഹാബികൾക്ക് ശേഷം ജീവിച്ച ഹുറൈസ് ഇബ്നു ഖബീസ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവം കാണാം. അദ്ദേഹം പറഞ്ഞു, ഖദിംതുൽ മദീന, ഞാൻ മദീനയിൽ ചെന്നു. അവിടെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ യസ്സിർലി ജലീസൻ സ്വാലിഹൻ, അല്ലാഹുവേ എനിക്ക് നല്ല ഒരു കൂട്ടുകാരനെ എളുപ്പമാക്കി തരണേ എന്ന് ഞാൻ മസ്ജിദുൻ നബവിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥനക്കുത്തരമായി എനിക്ക് മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കിട്ടി. റസൂലുള്ളാഹിയിൽ നിന്ന് ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബി, റസൂലുള്ളാഹിയോടൊപ്പം രാവും പകലുമെന്ന വ്യത്യാസമില്ലാതെ സഹവസിച്ച വ്യക്തിത്വം, അദ്ദേഹത്തെയാണ് എനിക്ക് കൂട്ടുകാരനായി ലഭിച്ചത്. അങ്ങനെ ഞാൻ അബൂ ഹുറൈറയോട് പറഞ്ഞു, ഇന്നി സഅൽതുല്ലാഹ അൻ യർസുഖനി ജലീസൻ സ്വാലിഹൻ, എനിക്ക് നല്ലൊരു കൂട്ടുകാരനെ നൽകണമെന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. നിങ്ങളെയാണ് എനിക്ക് അള്ളാഹു തന്നിട്ടുള്ളത്. ഫഹദ്ദിസ്നി ബിഹദീസിൻ സമിഅ്തഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് നിങ്ങൾ റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ട ഒരു ഹദീസ് എനിക്ക് പറഞ്ഞു തരണം. ലഅല്ലല്ലാഹ അൻ യൻഫഅനി ബിഹി, അതൊരു പക്ഷേ അള്ളാഹു അത് മുഖേന എനിക്ക് ഉപകാരമുണ്ടാക്കിയേക്കും. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കൊടുത്ത ഉപദേശം, അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തുഹു, ഒരടിമ പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുക അവൻ്റെ കർമ്മങ്ങളിൽ നമസ്കാരത്തെക്കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ, നല്ല ഒരു കൂട്ടുകാരനെ തേടുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ആ കൂട്ടുകാരനെ കിട്ടുകയും കൂട്ടുകാരനോട് ഉപദേശം തേടുകയും ചെയ്തപ്പോൾ ഏറ്റവും നല്ല ഒരു ഉപദേശമാണ്, ഗൗരവപ്പെട്ട ഒരു ഉപദേശമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ കൂട്ടുകാരന് നൽകിയത് എന്നർത്ഥം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലും നല്ല കൂട്ടുകാരെ ഉണ്ടാക്കാനുള്ള പരിശ്രമം ഇന്നത്തെ കാലത്ത് വളരെ അനിവാര്യമാണ്. തൗഹീദും സുന്നത്തും തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരോടൊപ്പം കൂട്ടുചേരുക എന്നത് നമ്മുടെ ശീലമാക്കി മാറ്റണം. അവരാണ് നമ്മുടെ ആത്മമിത്രങ്ങൾ എന്ന് നാം തിരിച്ചറിയണം. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയുഅ്തൂന സക്കാത്ത വഹും റാക്കിഊൻ, തീർച്ചയായും നിങ്ങളുടെ ഉറ്റ മിത്രം, അള്ളാഹ് വിശ്വാസികളോട് വിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിക്കുകയാണ്, നിങ്ങളുടെ ഏറ്റവും ആത്മമിത്രമെന്നത് ഒന്ന് അള്ളാഹുവാണ്, അത് കഴിഞ്ഞാൽ അവൻ്റെ റസൂലാണ്, അത് കഴിഞ്ഞാൽ വല്ലദീന ആമനു, നമസ്കാരം നിലനിർത്തുന്ന, സക്കാത്ത് കൃത്യമായി നൽകുന്ന, റുകൂഇൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളുമാണ്. വമൻ യതവല്ലല്ലാഹ വറസൂലഹു വല്ലദീന ആമനു ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. അങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയും സത്യവിശ്വാസികളെയും ആരാണ് കൂട്ടുകാരാക്കുന്നത്, ഉറ്റമിത്രങ്ങളാക്കുന്നത്? അതാണ് അള്ളാഹുവിൻ്റെ പാർട്ടി, അവരാണ് വിജയിച്ചവർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നാം അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവുണ്ട്. അള്ളാഹു കഴിഞ്ഞാൽ, റസൂലുള്ള കഴിഞ്ഞാൽ പിന്നെ വിശ്വാസി സമൂഹമാണ്. ആ വിശ്വാസി സമൂഹത്തിൽ പ്രഥമ സ്ഥാനമുള്ളവരാണ് സ്വഹാബത്ത്, പ്രഥമ സ്ഥാനമുള്ളവരാണ് ദീനിൽ സ്വഹാബത്ത്. അവരിലൂടെയാണ് നമുക്ക് ഹിദായത്തുള്ളത്. അവരെ മാറ്റി നിർത്തിയാൽ നമുക്ക് ഹിദായത്തില്ല, ഈമാനില്ല, ഇസ്ലാമില്ല എന്ന് തന്നെ ഉറച്ചു നാം വിശ്വസിക്കണം. അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞു, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, അവർ വിശ്വസിച്ചതുപോലെ നിങ്ങൾ, ഈ സ്വഹാബിമാരോട്, സ്വഹാബത്തിനെ കുറിച്ച് പറയാണ്, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചാൽ അവർക്ക് സന്മാർഗം ലഭിച്ചു. നിങ്ങളെ വിട്ടാൽ അവർ കക്ഷി ഭിന്നതയിലായി തീർന്നു. അതുകൊണ്ട് നിങ്ങൾ അവരെ പിന്തുടരണം. അവരെക്കുറിച്ചാണ് ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന മുഹാജിറുകളും അൻസാറുകളുമായവർ. പിന്നെ പറഞ്ഞത് വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവർ ഉൾക്കൊണ്ട ഇഹ്സാനിൽ
അന്ത്യനാൾ വരെ അവരെ പിന്തുടരുകയും ചെയ്തവർ, അവരിൽ നമ്മൾ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിനെ പിൻപറ്റാതെ, സ്വഹാബത്തിനെ അറിയാതെ ഒരാൾക്ക് ദീനിൽ പ്രവേശിക്കാൻ, ദീനിയായി ജീവിക്കാൻ, ഈമാൻ ഉൾക്കൊള്ളാൻ സാധ്യമല്ല എന്നർത്ഥം. ആ സ്വഹാബത്തിൻ്റെ കൂടെ ജീവിക്കണമെന്നില്ല, അവരെ പ്രിയം വെക്കണം. റസൂലുള്ളയോട് ചോദിച്ചു, അർ റജുലു യുഹിബ്ബുൽ ഖൗമ വലമ്മ യൽഹഖ് ബിഹിം. റസൂലേ, ഒരാൾ ഒരു ജനവിഭാഗത്തെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, പക്ഷെ അവരോടൊപ്പം സഹവസിച്ചിട്ടില്ല, അവരെ കൂടെ ജീവിച്ചിട്ടില്ല, അപ്പം അവരെ ഇഷ്ടപ്പെടുകയാണ്. റസൂലുള്ള പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരാൾ സ്നേഹിച്ചവരോടൊപ്പമാണ്. ഈ സ്നേഹത്തിൽ സ്വഹാബത്തും താബിഉകളും തബഉ താബിഉകളും ഉണ്ടാവണം. കാരണം അവരെക്കുറിച്ചാണ് റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത്. അള്ളാഹ് തൃപ്തിപ്പെട്ടവർ, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവർ, അവരിൽ പലരും സ്വർഗസ്ഥരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ തന്നെ പറഞ്ഞവരാണ്. ആ സ്വഹാബത്തിനെ മാറ്റി നിർത്തിയാൽ ദീനില്ല. ഈ ഹദീസിന്റെ ശറഹിൽ കാണും, ഒരാൾക്ക് അവൻ സ്നേഹിക്കുന്നവരോട് ഹൃദയബന്ധമുണ്ടായാൽ അവരോടൊപ്പം പരലോകത്ത് അവരെ ഒരുമിച്ച് കൂട്ടും അല്ലാഹു. അതുകൊണ്ട് ഫൽയഖ്തരിൽ മുസ്ലിമു ലിനഫ്സിഹി മൻ അഹബ്ബ അൻ യുഹ്ശറ മഅഹു. ഓരോ മുസ്ലിമും തെരഞ്ഞെടുക്കട്ടെ, ഞാൻ പരലോകത്ത് ആരോടൊപ്പം ഒരുമിച്ച് കൂട്ടപ്പെടണം. നമ്മൾ ചിന്തിക്കണം, ഞാൻ പരലോകത്ത് ആരോടൊപ്പം ഒരുമിച്ച് കൂടണം എന്ന് ഇവിടെ വെച്ച് ചിന്തിക്കുകയും ആ ഒരുമിച്ച് കൂടേണ്ടവരിൽ ആരാണ് എനിക്കുള്ളത്, അവരെ പിന്തുടരണം, അവരെ സ്നേഹിക്കണം, അവരെ തെരഞ്ഞെടുക്കണം. അവരാണ് സ്വഹാബത്ത് എന്ന് നാം അറിയണം. പണ്ഡിതന്മാർ വിശദീകരിച്ചത്, അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുമുല്ലദീന ഷഹീദുൽ വഹ്യ വത്തൻസീൽ. റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ അവർ വഹയ്യിന് സാക്ഷ്യം വഹിച്ചവരാണ്, വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് സാക്ഷ്യം വഹിച്ചവരാണ്. വഅറഫു തഫ്സീറ വതഅ്വീൽ, ഖുർആനിന്റെയും ഹദീസിന്റെയും ശരിയായ വ്യാഖ്യാനം മനസ്സിലാക്കിയവരാണ്. വഹുമുല്ലദീന ഇഖ്താറഹുമുല്ലാഹു അസ്സ വജല്ല ലിസുഹ്ബത്തി നബിയിഹി വനുസ്റതിഹി വഇഖാമത്തി ദീനിഹി. അല്ലാഹു അവന്റെ ദീൻ ഈ ഭൂമുഖത്ത് നിലനിർത്താനും ആ ദീനിനെ സഹായിക്കാനും റസൂലുള്ളയുടെ സഹവാസം ലഭിക്കാനും അല്ലാഹ് തെരഞ്ഞെടുത്തവരാണവർ. വജഅലഹും ലനാ അഅലാമൻ വഖുദുവ. അല്ലാഹ് അവരെ നമുക്ക് മാതൃകയാക്കി, നമുക്ക് ദീനിൽ തെളിവുകളാക്കി മാറ്റി എന്നതാണ്. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞത്, ഹുബ്ബുഹും സുന്ന. സ്വഹാബത്തിനെയും പിന്നെ വന്ന താബിയുകളെയും തബഉ താബികളെയും ഇഷ്ടപ്പെടുക എന്നത് നബിചര്യയിൽപ്പെട്ടതാണ്. വദ്ദുആഉ ലഹും ഖുർബ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കാൻ കാരണമാകും. വൽ ഇഖ്തിദാഉ ബിഹിം വസീല, അവരുടെ മാർഗം പിന്തുടരുക എന്നുള്ളത് അള്ളാഹുവിലേക്കുള്ള മാർഗമാണ്. വൽ അഖ്ദു ബി ആസാരിഹിം ഫളീല, അവരുടെ മാർഗം സ്വീകരിക്കുക എന്നത് അത് നമുക്കൊരു അഭിമാനമാണ്, ഇസ്സത്താണ്, ശ്രേഷ്ഠതയാണ്. അതുകൊണ്ട് തന്നെ അവരെ കൈയൊഴിക്കാൻ പാടില്ല, അവരെ വെറുക്കാൻ പാടില്ല. ഇന്ന് സ്വഹാബത്തിനെ വെറുപ്പിക്കുന്ന പ്രവണത മീഡിയകൾ വഴി കാര്യമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മതത്തിൻ്റെ ലേബലിൽ പ്രത്യക്ഷപ്പെടുന്ന പലരും സ്വഹാബത്തിനെ വെറുപ്പിക്കുകയാണ്. സ്വഹാബത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ പോലും മടിക്കുന്നവർ, എന്നിട്ട് മറ്റുള്ളവരുടെ മനസ്സിൽ സ്വഹാബത്തിൻ്റെ വെറുപ്പുണ്ടാക്കുക, അവർ ചീത്ത പറയുന്ന തുല്യമാണത്. നിങ്ങൾ നോക്കൂ, ഇബ്നു അസാക്കിർ റഹിമഹുല്ല തൻ്റെ താരീഖ് ഡിമസ്ക് എന്ന ചരിത്രഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയൊരു കാര്യം, ഹലറത്തിൽ വഫാത്തു റജുലൻ, ഒരാൾക്ക് മരണമാസന്നമാകുകയാണ്. ഫഖീല ലഹു, മരണമാസന്നമായി കിടക്കുന്ന വ്യക്തിയോട് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ ഉരുവിടൂ, ചൊല്ലിക്കോ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ മരണമാസന്നമായ വ്യക്തി പറയാണ്, ലാ അഖ്ദിർ, എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഈ മരണസമയത്ത് ചൊല്ലാൻ, അത് ഉരുവിടാൻ സാധിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം തന്നെ പറയാണ്, കുന്തു അസ്ഹബു ഖൗമൻ, ഞാൻ എൻ്റെ ജീവിതകാലം ചെലവഴിച്ചത് ഒരു ജനവിഭാഗത്തോടൊപ്പമാണ്. യഉമുറൂനനി ബിശത്മി അബീബക്കർ ഉമർ, അവരെന്നോട് കൽപ്പിച്ചിരുന്നത് അബൂബക്കർ ഉമർ പോലുള്ള സ്വഹാബത്തിനെ ചീത്ത വിളിക്കാനായിരുന്നു എന്നോട് കൽപ്പിച്ചിരുന്നത്. അത് കേട്ടാണ്, അങ്ങനെയാണ് ഞാൻ ജീവിച്ചത്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ മരണം മുന്നിൽ വന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാൻ കഴിയുന്നില്ല എന്ന്. ഇതാണ് സ്വഹാബത്തിനോടും താബീകളോടും പുറംതിരിഞ്ഞു നിന്നാൽ, അവരെ വെറുത്താൽ,
അവരെ ജീവിതത്തിൽ വിട്ടാൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തമെന്നത് ഒരാൾക്ക് ഇതാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ദീനിലെ അടിസ്ഥാന കൂട്ടുകാർ ഇവരാകണം. അവരെ വിട്ടുള്ള ദീനില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല പറഞ്ഞത് കാണാം, ഫൽ മുഅ്മിനു ഇദാ അഹബ്ബ സലഫ സ്വാലിഹ വ അഹബ്ബ സ്വഹാബത വ സലക തുരീഖഹും വ സാറ അലൈഹ. ഒരു സത്യവിശ്വാസി മുൻഗാമികളായ അവരെ ഇഷ്ടപ്പെടുകയും സ്വഹാബത്തിനെ സ്നേഹിക്കുകയും ചെയ്തു അവരുടെ മാർഗത്തിൽ പ്രവേശിച്ചാൽ ഫഇന്നഹു യുഹ്ശറു മഅഹും, അല്ലാഹ് ആ സ്വഹാബത്തിന്റെ കൂടെ അവരെ സ്നേഹിച്ചവരെ ഒരുമിച്ച് കൂട്ടും. വഇൻ കാന ദൂനഹും ഫിൽ അമൽ, കർമ്മങ്ങളിലും ഇബാദത്തുകളിലും അവരോടൊപ്പം എത്തിയിട്ടില്ലെങ്കിലും, എത്താൻ കഴിയുന്നതുമല്ല. അവരോടൊപ്പം കർമ്മങ്ങളിലും ഇബാദത്തുകളിലും നമുക്കെത്താൻ സാധ്യമല്ല. അവരെ താഴേക്കിടയിലായിരിക്കും കർമ്മങ്ങളിൽ നാം. എന്നാലും അല്ലാഹ് അവരോടൊപ്പം ഒരുമിച്ച് കൂട്ടുമെന്നതാണ്. എന്താ കാരണം? അവരെ സ്നേഹിച്ചു എന്നതാണ്. ഇങ്ങനെ ഒരു കൂട്ടുകെട്ട് നമുക്കുണ്ടോ? തൗഹീദുള്ള കൂട്ടുകെട്ട്, സുന്നത്തുള്ള കൂട്ടുകെട്ട്, അതാണ് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത് എന്ന് തന്നെ നാം മനസ്സിലാക്കുക. ദീനിൻ്റെ ഒരു അടിസ്ഥാന വിഷയമാണ് ഇന്നത്തെ ഈ ഖുത്ബയിലൂടെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. നമുക്കൊക്കെ ധാരാളം സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. ഒരുപക്ഷെ നമുക്ക് വേണ്ടി ജീവിക്കുന്നവരുണ്ടാകാം, പല നിലക്കും സഹായങ്ങൾ ചെയ്തു തരുന്നവരുണ്ടാകാം. ഈ ബന്ധങ്ങളിലൊക്കെ ഒരു വിശ്വാസി എപ്പോഴും തിരിച്ചറിയേണ്ടത് എനിക്ക് ആത്യന്തികമായ സഹായം ലഭിക്കുന്ന കൂട്ടുകാർ ഉണ്ടോ എന്നതാണ്. ആ സഹായം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സ്വല്ലൈതും അലൽ മയ്യിതി ഫഅഖ്ലിസൂ ലഹു ദുആ. നിങ്ങളൊരു മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അത് ഈ ഭൗതിക ലോകത്തോട് നമ്മൾ വിട പറയുമ്പോൾ നമ്മളെ ഏറ്റവും സ്നേഹിച്ചവർ നമുക്ക് വേണ്ടി നിർവഹിക്കുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൻ്റെ മകൻ മരിച്ചപ്പോൾ ജനാസ നമസ്കരിക്കാൻ വന്നവർ 40 പേരുണ്ടോ എന്ന് അന്വേഷിച്ചത് കാണാൻ കഴിയും. അതിന് അദ്ദേഹം കാരണം പറഞ്ഞത്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂത്ത് ഫയഖൂമു അലാ ജനാസതിഹി 40 റജുല ലാ യുശ്രികൂന ബില്ലാഹി ശൈആ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി. ശിർക്ക് ചെയ്യാത്ത 40 ആളുകൾ ഒരു ജനാസക്ക് വേണ്ടി നമസ്കരിച്ചാൽ ആ മയ്യിത്ത് നമസ്കാരത്തിൽ അവർ നിർവഹിക്കുന്ന പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അതുകൊണ്ട് തൻ്റെ മകൻ മരിച്ചപ്പോൾ വന്നു നിൽക്കുന്ന ജനാസ നമസ്കരിക്കാൻ വന്നവർ 40 പേരുണ്ടോ എന്ന് പ്രത്യേകം ചോദിക്കുകയാണ്. മുവഹിദുകളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടാൻ, മുവഹിദുകളെ സ്നേഹിക്കാനും മുവഹിദുകളോടൊപ്പം കൂട്ടുകൂടാനും നമുക്ക് കഴിയണം. ഇന്ന് കൂട്ടുകെട്ടാണ് പല തോന്നിവാസങ്ങളിലേക്കും പലരെയും എത്തിക്കുന്നത്. അതവസാനം ആത്മഹത്യയിലേക്ക് വരെ കൊണ്ടുപോകുന്നു. ജീവിതത്തിന് അർത്ഥമില്ല, ജീവിതത്തിന് ലക്ഷ്യമില്ല, എന്ത് മതം, എന്ത് ദീന് എന്ന് ചിന്തിപ്പിക്കുന്നു കൂട്ടുകെട്ടിൻ്റെ അപകടം കൊണ്ട്. അൽ അഖില്ലാഉ യൗമഇദിൻ ബഅ്ളുഹും ലിബഅ്ളിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ എന്ന് ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ചു. കൂട്ടുകെട്ടൊക്കെ തകരുന്ന ലോകമാണ് പരലോകം. അന്നും തകരാത്ത കൂട്ടുകെട്ടുണ്ട്, തഖ്വയിൽ അധിഷ്ഠിതമായ കൂട്ടുകൂടിയവർ എന്നതാണ്. അതുകൊണ്ട് മറ്റ് സൗഹൃദങ്ങളും ബന്ധങ്ങളുമൊക്കെ ഏത് ജാതി, ഏത് മനുഷ്യരോടുമാവാം. പക്ഷെ ആത്യന്തികമായി സഹായം ലഭിക്കുന്ന തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും മാർഗത്തിലുള്ള കൂട്ടുകെട്ട് അത് പ്രധാനമാണ്. അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു അവൻ തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. രോഗികളായി പ്രയാസപ്പെടുന്നവർക്ക് റബ്ബ് ഷിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി സഹായിക്കുമാറാവട്ടെ.
ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ മാതാപിതാക്കളിൽ അള്ളാഹു അവൻ്റെ ഫضലും മർഹമത്തും ബറക്കത്തും ചൊരിഞ്ഞ് സഹായിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات اللهم احينا على الكتاب والسنة وأمتنا مع الإيمان والتوبة اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم اللهم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.